കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് മഞ്ചേരി നഗരസഭയിൽ വീണ്ടും ചരിത്ര ഭൂരിപക്ഷം നേടി ഭരണ തുടർച്ച നേടിയ UDFന്റെ നേതൃത്വത്തിൽ വലിയ ഒരു വിജയാഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനുമെതിരെ കേസെടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിന്നിരുന്നു. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ് ഈ ഒരു കള്ളക്കേസ് എന്നൊരു ആരോപണവുമായി മുമ്പും നേതാക്കൾ പ്രതികരിച്ചതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് UDFന്റെ നേതൃത്വത്തിൽ വലിയ ഒരു മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ചെയർമാനും വൈസ് ചെയർമാനുമെതിരെ കള്ളക്കേസ് കുടുക്കിയെന്ന ഒരു ആരോപണവുമായി കൊണ്ടാണ് UDF രംഗത്ത് വരുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജനപ്രതിനിധികളുടെയും പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ ഇന്ന് നടന്നിട്ടുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് നഗരത്തിൽ നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തവരെയും നേതാക്കളെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്ത നടപടിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് മഞ്ചേരിയിൽ UDF പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത്. മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് UA ലത്തീഫ് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മളോടൊപ്പം ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രതികരിക്കുന്നതിന് വേണ്ടി മഞ്ചേരി MLA UA ലത്തീഫ് കൂടെയുണ്ട്. എന്തായാലും വലിയ ഒരു സമരത്തിന്റെ ഭാഗമാവുകയാണ്. UDF നേതാക്കൾക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതായത് മഞ്ചേരി നഗരസഭയിൽ ഈ തവണ 36 കൗൺസിലർമാരാണ് വിജയിച്ചത്. ആകെ 53 വാർഡുകളാണ്. അപ്പൊ ഈ വിജയിച്ച ആളുകൾക്ക് ഒരു ആഹ്ലാദ പ്രകടനം നടത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനുവേണ്ടി ഈ ഒരു ദിവസം തെരഞ്ഞെടുത്ത് മുൻകൂട്ടി പോലീസിന് പെർമിഷന് വേണ്ടി ഹർജി നൽകി. പക്ഷേ ആ പാർട്ടി വിചാരം നടത്തുന്ന അന്ന് ഉച്ചക്ക് പെർമിഷൻ നിഷേധിക്കുന്നു പറഞ്ഞ എന്തൊരു സങ്കടമാണ്. എത്രയോ പ്രയാസപ്പെട്ട് ഒരുപാട് പരിപാടികൾ ആവിഷ്കരിച്ച് ഒരുപാട് DJ പാർട്ടികൾ അറേഞ്ച് ചെയ്ത് ആളുകളെ സംഘടിപ്പിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഇത് നടക്കൂല എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? അതുകൊണ്ട് ഞങ്ങൾ SP സമീപിച്ചു, ഞങ്ങൾ കളക്ടറെ സമീപിച്ചു, അതുപോലെ തന്നെ ഞങ്ങള് DYSP സമീപിച്ചു. അതുപോലെ ഞങ്ങൾ MLA മാർ, ഇവിടുത്തെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്, ഇവിടുത്തെ നമ്മുടെ MLA ബഹുമാനപ്പെട്ട AP അനിൽകുമാർ, അതുപോലെ തന്നെ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി അമീദ് മാസ്റ്റർ, അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, എല്ലാവരും ഒരുമായി ഇടപെട്ടിട്ട് അത് അനുവാദം തന്നില്ല എന്നുള്ളതാണ് സങ്കടം. മാത്രമല്ല അന്നേ ദിവസം കൂട്ടായിൽ 3 DJ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ LDF പ്രകടനം നടത്തിയത്. അതിന് യാതൊരു പ്രയാസവും ഉണ്ടായില്ല, അവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഈ ഇരട്ടത്താപ്പ് എന്തുകൊണ്ടാണ് മഞ്ചേരി UDFനോട് ചെയ്തത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരെ ഞങ്ങൾ ഏതായാലും യോഗം നടത്തിയതിനു ശേഷം ഈ DJ സുൽത്താൻ DJ അതുപോലെ ആദ്യമായിട്ട് കാണുകയാണ്, അത് പിടിച്ചുകൊണ്ടുപോയി. അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ, വൈസ് ചെയർമാൻ, അതുപോലെ തന്നെ UDF നേതാക്കന്മാർക്കെതിരെ കേസെടുത്തു. എന്തിനാ കേസെടുത്തത്? അതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചാണ് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. എല്ലാവരും വളരെ സമാധാനപരമായ ഒരു മാർച്ച്, യാതൊരു പ്രകോപനവുമില്ലാത്ത ഒരു മാർച്ച്. ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. അതുകൊണ്ട് ഇനിയെങ്കിലും പോലീസ് ഇതുപോലുള്ള പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കേസെടുത്തത് അത് പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ജനുവരി 9 കിഴക്കേത്തലയിൽ നിന്നും തുറക്കൽ വരെയായിരുന്നു പ്രകടനം. ഇതോടൊപ്പം DJ വാഹനവും ഉണ്ടായിരുന്നു. ഇത് പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. കൂടാതെ നഗരസഭാധ്യക്ഷൻ വല്ലാഞ്ചിറ അബ്ദുൾ മജീദ്, ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ബീന ജോസഫ്, മറ്റ് UDF നേതാക്കൾ എന്നിവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വല്ലാഞ്ചിറ അബ്ദുൾ മജീദ്, വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബീന ജോസഫ്, UDF ചെയർമാൻ ഹനീഫ മേച്ചേരി, കൺവീനർ KKD മുഹമ്മദ് അലി, മുൻ വൈസ് ചെയർമാൻ VP ഫിറോസ്, റഷീദ് പറമ്പൻ, UDF നേതാക്കൾ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ചാനൽ 10 മഞ്ചേരി. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.